എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു പട്ടുപാവാടയ്ക്കുള്ള ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ആദ്യം നമുക്കിത് ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. ഇതൊരു 3 വയസ്സുള്ള കുട്ടിക്കുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ലൈനിങ് 1/2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ 2ആയിട്ട് മടക്കിയിടുക. ബാക്കിൽ ഹുക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ പീസ് ഇതേപോലെ മടക്കിയെടുക്കുക. ജസ്റ്റ് 21 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 5.25, 2 ഇഞ്ച് എക്സ്ട്രാ കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൽ 7.5 ഉണ്ട്, 7.25 കിട്ടിയാൽ മതി. ഇനി ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കുക. ഇതിൻ്റെ ഇറക്കം വന്നിട്ട് 12 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക, ലൈനിങ് ആയതുകൊണ്ട്. ഷോൾഡർ 8 ഇഞ്ചാണ്. പകുതി 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആം ഹോളും 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 5.25 2 7.25 മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ മതി, 6.25. കഴുത്ത് വീതി 2 ഇഞ്ച് കൊടുക്കാം. ഇങ്ങോട്ട് ഇറക്കം വന്നിട്ട് 3 ഇഞ്ച്. കഴുത്ത് ഈ ഷേപ്പാണ് കൊടുക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരയ്ക്കാം. ഇനി ഇത് മെയിൻ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യാം. ഇതേപോലെ വെച്ച് കട്ട് ചെയ്യുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് വേണം, ഇങ്ങോട്ടൊരു 1.25 ഇഞ്ച്. ഇവിടെ നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച് ഇറക്കം മതി. ഇനി ഇതിൻ്റെ ഫ്രണ്ട് കൂടെ കട്ട് ചെയ്യാം. ഈ പീസ് നമുക്ക് കയ്യിലൊരു പ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ച് വീതി, നമ്മൾ പകുതി ആയിട്ട് കട്ട് ചെയ്താൽ മതി. 3 ഇഞ്ച് വീതി മതി. ഇത് കയ്യിലേക്കുള്ള പ്ലീറ്റിനുള്ളതാണ്. ഇനി ഈ പീസ് ഇതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഈ കഴുത്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വയ്ക്കാം. മെയിൻ ക്ലോത്ത്, ലൈനിങ്, അതിനുശേഷം ഇതുപോലെ ഒരു പിന്ന് കുത്തുക. എന്നിട്ട് ഈ കഴുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പീസ് കൊണ്ട് നമുക്ക് സ്ലീവിലേക്ക് കുറച്ച് ക്രോസ് പീസ് വേണം, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കഴുത്തൊന്ന് അടിച്ചെടുക്കാം. ആദ്യം ഈ സൈഡൊന്ന് ചെറുതായിട്ട് മടക്കി അടിക്കുക. അതിനുശേഷം ഇതേപോലെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് ഒരു പോയിന്റിൽ ഒരു തയ്യലിടാം. അതിനുശേഷം നല്ല വശത്തുനിന്ന് ഇതിങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ചിൽ അടിച്ച് മറിക്കാം. അതിനുശേഷം ഈ കോർണറിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് അടിമറിച്ചെടുക്കുക. ഇനി ഈ സൈഡിൽ കൂടെ ഒരു തയ്യലിടാം. ഇനി നമുക്ക് ഈ തുണി വന്നിട്ട് ഈ ലൈനിങ്ങോട് ചേർത്തടിക്കാം. അതേപോലെ അടിച്ചെടുക്കുക. ഈ തുണിക്ക് പകരം ക്യാൻവാസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ലൈനിങ്ങായിട്ടൊന്ന് ചേർത്തടിക്കാം. ഇതിൻ്റെ ബാക്ക് തയ്ച്ചെടുക്കാം.
മെയിൻ ക്ലോത്തിൽ കുറച്ച് അരി ഇട്ടായിരുന്നു. ഇത് ഇതിലേക്ക് ഈ ലൈനിങ്ങിലേക്ക് മടക്കുക. എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക. അതേപോലെ ഐ വയ്ക്കാനുള്ള പടി തയ്ച്ചെടുക്കുക. ഇനി ഇതൊന്ന് ചേർത്തടിക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ കഴുത്ത് ഒന്ന് തയ്ക്കാം. അപ്പോൾ അതേപോലെ 1.5 ഇഞ്ച് ക്രോസ് പീസ് കട്ട് ചെയ്തത് രണ്ടായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ചിൽ തയ്ക്കുക. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ഇവിടെ ഒന്ന് ഓവർലോക്ക് അടിച്ചെടുക്കാം. ഇനി ഇതിങ്ങനെ കഴുത്ത് തിരിച്ചെടുത്തിട്ട് നമുക്കിവിടെ തയ്ച്ചെടുക്കാം. അതിന് ശേഷം ഇതിങ്ങനെ മടക്കുക. എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തയ്യലിടാം. ഇനി നമുക്കതിലേക്കുള്ള സ്ലീവ് തയ്ക്കാം. 3 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. സൈഡൊന്ന് മടക്കി അടിക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് ഈ 2 സൈഡിലും ഇതേപോലെ ക്രോസിലൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ പ്ലീറ്റുകൾ ഇട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ പ്ലീറ്റുകൾ ഇട്ടെടുക്കുക. ഇതിപ്പോൾ നമുക്ക് കൈയിൻ്റെ ആം ഹോൾ വേണ്ടത് 10.5 ഇഞ്ചാണ്. അതിൻ്റെ ഇരട്ടി വെച്ചാൽ മതി. ഇതിലും അതേപോലെ പ്ലീറ്റുകൾ ഇട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ 2 സൈഡും പ്ലീറ്റുകൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഈ സെൻറ്ററിൽ വെച്ചിട്ട് ഈ 2 സൈഡിലേക്കും അടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ അടിച്ചതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇനി ഈ ബെൻഡുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ഒരു മേൽത്തൈലിടുക. ഇനി ഈ പീസ് ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് അടിക്കുക. അതേപോലെ അടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ബാക്ക് വശം ഒന്ന് മടക്കി അടിക്കാം. ചെറിയ വീതിക്ക് മടക്കി അടിച്ചാൽ മതി. ബോട്ടൊന്ന് ഇതേപോലെ മടക്കി അടിക്കുക. 1 സെൻറ്റിമീറ്റർ വീതി വെച്ചാൽ മതി. ഇനി വന്നിട്ട് ഇവിടെ നമുക്ക് ഒരു ബോർഡർ വെക്കാണ്ട് ഈ ബോർഡർ ഇതിന് മേലെ വെച്ച് കൊടുക്കാം. ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് ഇതിനൊപ്പം വെച്ച് അടിച്ചാൽ മതി. ഈ തയ്യത്തുമ്പ് ഇങ്ങോട്ട് മുകളിലേക്ക് വെച്ചിട്ട് ഇതിലൊരു തയ്യലിടാം. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സൈഡ് നമുക്ക് 1 ഇഞ്ച് തയ്യത്തുമ്പ് ഇട്ടാൽ മതി. സൈഡിൽ ഇതേപോലെ ഒരു 2 തയ്യലിട്ട് എടുക്കുക. ഇനി ഈ സൈഡും അതേപോലെ തയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.